ഹായ്, ഞാൻ അമലു. നമുക്ക് അയർലൻഡിലെ കുറച്ച് സ്ഥലങ്ങളിൽ കൂടെ ഒരു സഞ്ചാരം നടത്താം. അതിശയകരമായ ഭൂപ്രകൃതിയും സമ്പന്നമായ ചരിത്രങ്ങളും ഊർജ്ജസ്വലമായ സംസ്കാരവും ഉറങ്ങുന്ന നാടാണ് എമറാൾഡ് ഐൽ എന്ന അയർലൻഡ്. ഓരോ ആഴ്ചയും അയർലൻഡിൻ്റെ വ്യത്യസ്തമായ കോണുകളിൽ കൂടെ നമുക്കൊരു യാത്ര ചെയ്യാം. തിരക്കേറിയ നഗരങ്ങൾ തൊട്ട് വിജനമായ നടപ്പാതകൾ വരെ നമുക്കതിൽ കവർ ചെയ്തു പോകാം. ഞങ്ങളുടെ കണ്ണുകളിൽ കൂടെ നിങ്ങളെ അയർലൻഡ് കാണിക്കണമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾക്കും കൂടാം. അവൾ മാത്രമല്ല, ഞാനെന്നൊരു വ്യക്തിയും കൂടെ ഉണ്ട്. എൻ്റെ പേര് എൽവിസ്. അമലുവിൻ്റെ ഹസ്ബൻഡ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അങ്ങനെ അറിയപ്പെടും. അപ്പം ഞങ്ങൾ രണ്ടുപേരുമായിരിക്കും ഇതിൽ നിങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യാൻ പോകുന്നത്. നമുക്കൊരുമിച്ച് ഈ യാത്ര പോകാം. ഫോർമാലിറ്റികളെല്ലാം മാറ്റി വെക്കാം, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്നൊരു ശനിയാഴ്ച അല്ലേടി? ഇന്നൊരു ശനിയാഴ്ചയാണ്. സൂര്യപ്രകാശമൊക്കെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അതായത് ഒരു ആഴ്ച ഈ ആഴ്ച മൊത്തം ഡ്യൂട്ടി ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച അവധിയാണ്, അപ്പോൾ ലോങ് വീക്കെൻഡാണ്. അപ്പോൾ ഇന്നൊരു ദിവസം എന്നാണേലും ഫ്രീ ആണ്. ഇഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാൻ 2 ദിവസം ബാക്കി വെക്കെ ഇന്ന് ശനിയാഴ്ച മൊത്തം ഫ്രീ ആണ്. അപ്പം ഇന്ന് എങ്ങോട്ടാണ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ന് നമ്മൾ പോകുന്നത് വളരെ മനോഹരമായൊരു സ്ഥലത്തൂടെയാണ്. 70 ഏക്കറോളം നിരന്ന് കിടക്കുന്ന വൈൽഡ് ലൈഫ് റിസർവ്. അവിടെ 2 വെറ്റ്ലാൻഡ് വോക്കുകളും ഒരു മനോഹരമായ ലേക്കുകളുമാണുള്ളത്. അതിലെ പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇഷ്ടം പോലെ പക്ഷികളുടെ കളകളാരകവും മൃഗങ്ങളുടെ കാൽപ്പാടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇഷ്ടം പോലെ മൃഗങ്ങളുള്ള ഏരിയയാണ്. ചിത്രശലഭങ്ങളിൽ പല തരത്തിലുള്ള ചിത്രശലഭങ്ങൾ. നമ്മുടെ മനസ്സിനൊരു സമാധാനവും ശാന്തിയും വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി കഷ്ടപ്പെട്ട് ഒരാഴ്ച വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ സ്വർഗത്തെ പുണരുന്ന ഒരു സുഖം നമുക്ക് കിട്ടും. അത് ഇപ്പം ഞാൻ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നിങ്ങൾ ആ വീഡിയോയിലൂടെ വന്ന് ഞങ്ങളുടെ ഒപ്പം നടന്ന് കുറച്ച് നേരം അതിൻ്റെ ഭംഗി ആസ്വദിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പറയുന്നത് എത്രമാത്രം ഈ സ്ഥലത്തിന് അനുയോജ്യമാണെന്ന് നിങ്ങൾക്ക് വളരെയേറെ മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ലോഡോറി ബൈൽ ആംഗ്ലിംഗ്. എല്ലാവരും വായിച്ചോ? ഇത് അതിൻ്റെ പ്രൊണൗൺസിയേഷൻ തോന്നുന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെ പുറത്ത് ബോർഡ് വെച്ചേക്കുന്നത് ഇൻസ്ട്രക്ഷൻ ബോർഡാണ്. ഇവിടെ ലേക്ക് ഉള്ളത് കാരണം ഈ ലേക്കിൽ നിന്ന് ആർക്കൊക്കെ മീൻ പിടിക്കാം, അതിനെന്തൊക്കെ ലൈസൻസ് ഉള്ളവർക്കാണ് പിടിക്കാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ 2 എണ്ണം വരെ മീൻ പിടിച്ചിട്ട് അവരുടെ കയ്യിൽ വെക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചതിനെ പിടിച്ചിട്ട് വിടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. മീൻ പിടിക്കാനൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പിടിക്കുക, എന്നിട്ട് തിരിച്ചു വിടുക. അങ്ങനെയൊക്കെ ഇവരിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇൻസ്ട്രക്ഷൻസ് എന്നൊക്കെയാണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നടന്ന് നീങ്ങുകയാണെങ്കിൽ ഈ ലൂപ്പ് 2 ലൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ലൂപ്പ് ഇതുവഴിയൊക്കെയാണ് പോകേണ്ടത്. ഇവിടെ എല്ലാ ലൂപ്പിൻ്റെയും ഫ്രണ്ടിൽ ഇങ്ങനെ എഴുതി വെച്ചേക്കും, ആ റൂട്ട് കൊടുത്തേക്കും. അതാകുമ്പം വഴി തെറ്റിപ്പോകത്തില്ല. ഈ ഫോട്ടോ എടുത്തിട്ട് പോയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നോക്കുക, വഴി അവരതിനകത്ത് പറഞ്ഞു തരും. അങ്ങനെ നമുക്ക് അകത്തോട്ട് കയറാം. കയറുമ്പോഴേ അവിടെ ഒരു അങ്ങനെ നമ്മൾ ഗോദയിലേക്ക് ഇറങ്ങുകയാണ്. വളരെ മനോഹരമാണ്. ആദ്യം കാണുന്നത് പറഞ്ഞ 2 ലേക്കുകളിൽ ഒന്നാണ് ഈ കാണുന്നത്. ആ 2 ലേക്കുകളിൽ എനിക്ക് തോന്നുന്നത് ഇതാണ് വലിയ ലേക്ക്. ഇതിന് ചുറ്റുമാണ് ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് കൂടുന്നത് അല്ലേടി? ഇവിടെ ഏതാണ്ട് ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ആ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട് ഓരോ പിള്ളേരൊക്കെ മീനൊക്കെ പിടിക്കാനായിട്ടും ഒക്കെ ഇരിക്കുന്നൊക്കെയുണ്ട്. നമുക്ക് നടന്ന് നീങ്ങി നോക്കാം ഇനി ഇവിടെ വേറെ എന്നാക്കിയാണ് കാണാനുള്ളതെന്ന്. നീല നല്ല വെള്ളം നോക്കി അല്ലേ? അത് ആകാശത്തിൻ്റെ അല്ല
നല്ല തെളിഞ്ഞ വെള്ളമാണ്, ക്ലിയർ ആയിട്ടുള്ള മേഘങ്ങളെ നോക്കി എന്ത് രസമാണ്. തെളിഞ്ഞ വെള്ളം, കലക്കവെള്ളമൊന്നുമില്ല. ആൾക്കാർ വീഡിയോ എടുക്കുന്ന അവർക്ക് ഇഷ്ടമായിരിക്കില്ല. ഹായ്, ചൂണ്ടയുടെ കമ്പ നമുക്ക് തെളിഞ്ഞ വെള്ളമാണ്. തടാകമാണ്. എന്താ ഇവിടെ ഇത് പഴയ ഇവിടുത്തെ മാർക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം പോയി. സാധാരണ ഇവത്തിലെല്ലാം എഴുതുന്നില്ല, ആരോ മാർക്ക് ഇട്ടിട്ട് പോകേണ്ട റൂട്ട് അത് എഴുതുന്ന സാധനം അത് പോയി. നീലത്തടാകങ്ങളോ നിങ്ങളൊരു പാട്ടില്ലേ? അതെനിക്കറിയില്ല. പാട്ടിൻ്റെ കാര്യത്തിൽ ഇതിങ്ങനെ ഇതിലങ്ങനെ പോയിട്ട് അതിലങ്ങനെ അങ്ങനെ അങ്ങോട്ട് പോകാൻ തോന്നും അല്ലേ? അറിയില്ല. ശിലാസ്തംഭങ്ങളാന്ന് തോന്നുന്നു. ഷോർട്ട് കട്ട് പിടിക്കാം. ഇല്ലേ വാ, പിന്നെ ഒത്തിരി നേരം എടുക്കണം. പിന്നെ എന്തിനാ നടക്കുന്നത്? ചെടിയാ ഇവിടെ. ചെടിക്കാതെ നല്ല വഴിയോടെ ഉണ്ടാക്കിയ ചെടിക്കത്രയും നടക്കും. അവിടെ എന്തോ സംഭവിക്കുന്നു. എന്താ ക്യാമറ മറ്റില്ല. ഞാനല്ല, എന്നെയാ നോക്കി. കണ്ടാലും തോന്നുന്നു തിരിഞ്ഞ് തിരിഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും. പട്ടികളും ജയിച്ചുക. അല്ല, എന്തോ ജീവിയുണ്ട്, ഒരാണുണ്ട്. നോക്കി നട്ടത്തലമാര് പണ്ടേ ശരിക്കും പഴയ ഒരു പാലം. എടി, മൂന്നായിട്ട് തിരിയുന്ന വഴി ഏത് റോഡാണ് എടുക്കണ്ടേ? റോഡ് നോട്ട് ടേക്കണാണ് എടുക്കണ്ടേ? അപ്പോൾ ഏത് വഴിയാണ് പോകണ്ടേ? നേരെ വാ, അതായിരിക്കും ആൾക്കാർ കുറവ്. റൈറ്റ് നിട്ട് അവരെ കാണാൻ വേണ്ടി പോകാൻ നോക്കാം. ഇല്ല, റൈറ്റ് പോയിട്ട് നമുക്ക് ചുറ്റി വരാം. ബാ, നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? മൊത്തത്തിലൊരു കറുത്ത നിറം. ആ, ഇപ്പോൾ കുഴപ്പമില്ല. വെയിലെന്താ വരാതെ? വെയിൽ കണ്ടോണ്ട് ഇറങ്ങി. ഇംഗ്ലീഷുകാരല്ല, വേറെന്തോ ഭാഷയാണ് പറയുന്നത്. എന്തോ അവിഹിതമാണ് എനിക്ക്. അത് മൊത്തത്തിലെ ഇംഗ്ലീഷുകാരാണ്. മറ്റേ പുള്ളിക്കാരത്തിയാണ് ഭാഷ. എനിക്ക് അവിഹിതമാണെന്ന് തോന്നുന്നു. നിനക്കെന്തോ തോന്നുന്നു? എൻ്റെ അഭിപ്രായം പറ. അപ്പൊ പിന്നെ മറ്റേ പുള്ളിക്കാരി വേറെ ഭാഷ പറഞ്ഞത് ഐറിഷുകാരൻ എങ്ങനെ മനസ്സിലായി? അതൊന്നും എനിക്കറിയില്ല. സ്നേഹത്തിന് ഭാഷയില്ലടി. നോ കമന്റ്സ്. തീർന്നു. നിനക്ക് ഈ പാതയിൽ കൂടെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ലടി. നിനക്ക് വണ്ണം കൂടുതലാ. എന്ത് ചെയ്യും? ഇവിടെ മറ്റേ ചാട്ടം ചടിക്കും. ഞാൻ ആദ്യമേ പോയി. ഇതിലോ ഞാനെങ്ങനെ വല്ലവരും പറഞ്ഞ വഴിയാ പോകത്തില്ല സുഹൃത്തെ. നീ വരുന്നുണ്ടോ?
അത് ഞാനോ? ഞാൻ ആണുങ്ങൾ നടക്കുന്നവരാണ്. എ മാൻ ഇൻ ഫുൾ എന്നൊക്കെ പറയാല്ലേ. എ മാൻ ഇൻ ഫുൾ എല്ലാം തികഞ്ഞ ആണെന്ന് പറയുമല്ലേ? ഇത് വൈൽഡ് ലൈഫ് പ്രിസർവ് ആണ്, മനസ്സിലായോ? ഇത് എഴുതി വെച്ചു. ഉണ്ടോ? എന്തിനാണാവോ ഇങ്ങനെയൊക്കെ? ടാറിട്ട റോഡിൽ തുളച്ചിട്ട് ഈറ്റ കുത്തി വെച്ചു, എന്നിട്ട് അകത്തൊരു റിബൺ കിട്ടിയേക്കുവാ. എന്താണാവോ ഉദ്ദേശിക്കുന്നത്? പിന്നെ എന്നതാ, മണലാണോ? ഇതേ ഇവിടെ പുഴ നമുക്ക് വേണ്ടി മാത്രമായിട്ട്. ബാ, വേറെ ആരുമില്ല. നീ വണ്ടി ലോക്ക് ചെയ്തായിരുന്നോ? ആ, അതിനകത്ത് വിലപിടിപ്പുള്ളൊന്നും ഇല്ലല്ലോ. വിലപിടിപ്പുള്ള ഒരെണ്ണം ഉള്ളൂ ഇവിടെയാ. ഇവിടെ അവിടെയല്ല, ഇവിടെ. ആ പുഴയോരത്ത് പൂന്തോണി എത്തിയില്ല. ആ, ഇതാന്ന് തോന്നുന്നു ആ രണ്ടാമത്തെ പുഴ. അതിനകത്ത് കാണിച്ചിരുന്നില്ലായിരുന്നോ? 2 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു? ആ, ഇതാട്ടോ. ചെറുതാന്ന് തോന്നുന്നു. മറ്റേത് വലിയ പുഴയായിരുന്നു. ചെറിയൊരു പുഴ പോലെയല്ല, പുഴയൊന്നുമല്ല, ഒരു കുളം, ചെറിയൊരു കുളം. അടുത്ത അഡ്വഞ്ചർ തേടി നമ്മൾ പോവുകയാണ്, ഇങ്ങോട്ടെന്നറിയാതെ. ഇതൊക്കെ നിനക്ക് അഡ്വഞ്ചേഴ്സ് ആയിട്ട് തോന്നില്ല? എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ഇതിപ്പോ നമ്മൾ എങ്ങോട്ടൊന്നും അറിയത്തില്ല, അതല്ലോ പോക്കാം. തിരിച്ചെത്തുവോ? എന്താ മുമ്പില് സിംഹം മുമ്പിൽ ചാടുവോ? എനിക്ക് തോന്നുന്നു ഇത് തന്നെ ഒരു ലൂപ്പാന്ന് തോന്നുന്നു. ഒന്ന് സൂക്ഷിച്ച് ഓരോ കാലും വെച്ചാൽ മതിയേ. പശു ഉണ്ടെന്നുണ്ടെങ്കിൽ ഓടിക്കും നമ്മൾ കേട്ട്. ചെറിയൊരു ഭയാനകത, ഭീകരത. നീ നോക്കിപ്പോണം കേട്ടോ, എന്നെ കൊണ്ട് ഓടാൻ വയ്യ. എന്താ ഭംഗി അല്ലേ ഈ കാണുന്നത്? പിന്നെ ഭംഗിയുള്ള സ്ഥലമല്ലേ? സ്വർഗം, എനിക്ക് സ്വർഗം പോലെയാ തോന്നുന്നത്. ഇതെല്ലാം ചേർന്ന ഒരു ഇതുപോലൊരു സ്ഥലത്ത് സൈഡിലോട്ട് മാറി ഒരു വീട്. എനിക്കതിൽ കൂടുതൽ വലിയ മോഹങ്ങളൊന്നുമില്ല. ഒരു കടന്നൽക്കൂടുകളൊക്കെ കാണാൻ കേട്ടോ. എനിക്കവിടെ കൊച്ചൊക്കെ കാണും. സൂക്ഷിച്ച് 2 സൈഡും നോക്കി. എപ്പോൾ വേണമെങ്കിലും ആക്രമണം പശുവിൻ്റെ ഉണ്ടാകാം. നിന്നെ ഓടിച്ചിട്ടില്ല പശു? ആ
അതിൻ്റെ ഭീകരത അറിയണമെന്നുണ്ടെങ്കിൽ 10-100 പശു നിന്നെ ഓടിക്കണം. അങ്ങനെ നമ്മൾ ഏതോ ഒരു റോഡിലെത്തിയേക്കുകയാണ്. ഇവിടെ വന്നതായിട്ട് ഓർമ്മയില്ല. സ്ലോ ലെവൽ ക്രോസിങ് ഹെഡ്. ഇവിടുന്ന് നേരെ പിടിച്ചിട്ട് അവിടുന്ന് ആ സിഗ്നൽ കണ്ടോ, ആ സൈൻ ബോർഡ് കണ്ടോ, ലെവൽ ക്രോസിങ്ങിനല്ല മറ്റേ സൈൻ ബോർഡ്, അവിടുന്ന് റൈറ്റിൽ കൂടെയാണ് നമ്മൾ വന്നത്. ഓർക്കുന്നുണ്ടോ? ആ ഗേറ്റ് ഓർക്കുന്നില്ല? ഇപ്പോൾ ഏകദേശം ഐഡി കിട്ടി. ഓ മനുഷ്യരെ കണ്ടു, ഇനി പേടിക്കാനൊന്നുമില്ല. പശു കോപ്പ് വാ. പട്ടിയൊന്നും എനിക്ക് പ്രശ്നോ. തമിഴ്നാട്ടിൽ എങ്ങനെയാണ് ഈ പുല്ല്? തമിഴ്നാട് മൊത്തം ഉണങ്ങിയ സ്ഥലം. തമിഴ്നാട്ടിൽ ഇങ്ങനെ ഉൾഗ്രാമങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള ഗ്രാമം. കേരളത്തിനെക്കാട്ടും ഭംഗിയുള്ള സ്ഥലങ്ങൾ തമിഴ്നാട്ടിലുണ്ട്. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ എല്ലാം ഉണങ്ങിപ്പോയി. ഞങ്ങൾ വല്ലാണ്ട് മടുത്തു. എന്നാൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തേക്കാൻ ഓർത്ത് റോഡിലിരിക്കുകയാണ്. ഒരു മനുഷ്യക്കുഞ്ഞും ഇല്ലാത്തതുകൊണ്ട് നല്ല വൃത്തിയുള്ള റോഡ് ഇരിക്കാം. അതിലൊന്ന് ഉറങ്ങിയിട്ട് 5 മിനിറ്റ് ബാക്കി നമുക്ക് കാണാം. അങ്ങനെ വിശ്രമമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു. ഒരു പശുവിൻ്റെ ഒച്ച കേട്ടിട്ടാണ് ഞങ്ങൾ ഞെട്ടി എണീറ്റത്. റിസ്ക് എടുക്കാൻ മേലാത്തതുകൊണ്ട്, ഒരു ഭീതി ഉള്ളിലുള്ളത് കൊണ്ടും ഞങ്ങളവിടെ വീണ്ടും കിടക്കാൻ ഞങ്ങളുടെ മനസ്സ് ഞങ്ങളെ അനുവദിച്ചില്ല. എനിക്ക് ഈ പശുവിനെ പ്രത്യേകിച്ച് അയർലൻഡിലെ പശുവിനെ പേടി വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഞാൻ ഒരു സിവിൽ എഞ്ചിനീയറാണ്. പണ്ട് ഞാൻ ഒരു കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു സർവേ ചെയ്യാൻ വേണ്ടി ഒരു ഫാർമറിൻ്റെ ഫീൽഡിൽ പോയി. അവിടെ മറ്റേ ഗ്രിഡ് റൂട്ട് ചെയ്യുമായിരുന്നു. ഗ്രിഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ മറ്റേ സബ്സ്റ്റേഷൻ തമ്മിൽ കണക്ട് ചെയ്യുന്ന സർവീസസ് ചെയ്യുന്ന ഒരു പൈപ്പിംഗ് നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടി, അതിന് മുന്നോടിയായിട്ട് ചെയ്യുന്ന ഒരു സർവേ, അത് ചെയ്യാൻ വേണ്ടി ഞാൻ ഫീൽഡിൽ ചെന്നു. അവിടെ ഒരു 50-നും 100-നും ഇടയ്ക്ക് പശു ഉണ്ടായിരുന്നു ആ ഫീൽഡിൽ. നമ്മുടെ നാട്ടിലെ പശു ഇങ്ങനെ നമ്മളായിട്ട് ഓടിക്കുന്ന സ്വഭാവമൊന്നും ഇല്ലല്ലോ. ഏതായാലും ഞാൻ ആ ഫീൽഡിൽ ചെന്നു. സർവേ ഒരു പകുതി എത്തി. ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എല്ലാ പശുക്കളും ഓരോന്നോരോന്ന് എണീക്കാൻ തുടങ്ങി. കിടന്നുകൊണ്ടിരുന്ന പശുക്കൾ ഓരോന്നോരോന്ന് എണീറ്റ് എൻ്റെ അടുത്ത് വന്ന് നിൽക്കാൻ തുടങ്ങി. ഞാൻ ഒരു സ്റ്റെപ്പ്, അപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ ചെറിയൊരു ഭീതി. ഞാൻ ഒരു സ്റ്റെപ്പ് പുറകോട്ടെടുത്തു. അപ്പോൾ പശു ഒരു സ്റ്റെപ്പ് വീണ്ടും ഫ്രണ്ടോട്ടെടുത്തു. അപ്പം എല്ലാ പശുക്കളും എൻ്റെ ചുറ്റും വന്നു. എൻ്റെ കയ്യിൽ GPS ആയിരിക്കുന്നത്. ഞാൻ പതുക്കെ പുറകോട്ട് വലിയാൻ തുടങ്ങുന്നതും പശുക്കളുടെ എൻ്റെ അടുത്തോട്ട് വരുന്ന വേഗതയും കൂടി. ഞാൻ ഉള്ള ജീവൻ എടുത്ത് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ GPS വലിച്ചെറിഞ്ഞ് ജീവനും കൊണ്ട് ഓടി. അതിൻ്റെ ഒരു മതിൽ ചാടിക്കിടന്ന് അപ്പുറത്ത്. അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പശുവിനെ പേടി വന്നത്. അത് കഴിഞ്ഞിട്ട് GPS ഒരു 10-30,000 രൂപ, ഒരു 30 ലക്ഷം രൂപയുടെ സാധനമാണ്. അതവിടെ കിടക്കുക. ആയിട്ട് പശുക്കൾ അതിന് മൊത്തം ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുക. എനിക്കാണ് തിരിച്ചു പോയി എടുക്കാനും പേടി, എന്നെ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് വേറെ ഫോർമാനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് 3-4 പേരെയും കൂടി കൂട്ടി ഒച്ചയൊക്കെ ഉണ്ടാക്കി അതിനെ പശുക്കളെല്ലാം ഓടിച്ചു വിട്ടതിന് ശേഷമാണ് ആ GPS തിരിച്ചെടുത്തത്. ഭാഗ്യത്തിന് GPS-നൊന്നും പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് പശുവിനെ പേടി ഉള്ളത് പറഞ്ഞു ചെയ്യുന്നത്. കഥകളൊക്കെ മതി, നമുക്ക് വീണ്ടും കാര്യത്തിലേക്ക് കിടക്കാം. അപ്പം അങ്ങനെ യാത്ര നമ്മൾ വീണ്ടും തുടർന്നു. അതിൻ്റെ ഭംഗി ആസ്വദിച്ച് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം.
ഇപ്പോഴും വെർജിൻ, അതായത് കന്യകാത്വം നഷ്ടപ്പെടാത്ത പ്രകൃതി എന്നൊക്കെ പറയുന്ന ഇതാ. ശരിക്കും ആണിൻ്റെ ചൂടറിയാത്ത പ്രകൃതി. എന്താ എന്നാ വ്യാഖ്യാനിച്ചു കളഞ്ഞോ? ഇളക്കിയോ? കമ്പൊന്നും കിട്ടിയില്ല. അതിൽ നിന്ന് എന്ത് സംതൃപ്തിയെ കിട്ടിയെന്നൊന്ന് പറയുമോ? ഇപ്പൊ വായി പോയതിനെ കുറിച്ച് പിന്നെ ഭയങ്കര ബാ. എന്താ ഭംഗി, എന്താ സൗന്ദര്യം. ഉള്ളൂറും വള്ളത്തോളും പ്രകൃതിയെപ്പറ്റി എഴുതിയപ്പോൾ അവരുടെ ഉള്ളിൽ സ്വപ്നം കണ്ടിരുന്ന യഥാർത്ഥ സൗന്ദര്യവും പ്രകൃതി എന്ന മാതാവിൻ്റെ ലാളനയും എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അത് മന്ദമായതിനായി നമ്മൾ തഴുകുമ്പോൾ ആ അമ്മയുടെ കൈകൾ നമ്മളിലൂടെ കടത്തിവിടുന്ന പോലെ, നമ്മളെ തലോടുന്ന പോലെ തോന്നുന്നു. എനിക്ക് ഈ വർണ്ണനകളൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. പശുവിൻ്റെ മർമരമാണ് നമ്മളിപ്പോൾ കേട്ടത്. ആ എടി എല്ലാം ഇപ്പം കവിതാത്മകമായിട്ട് എനിക്ക് വരുന്നത്. എന്നാ നിർത്തില്ല, കൺട്രോൾ ചെയ്യൂ എന്നെ. എന്തോ ഒരു സിദ്ധി പോലെയാ, ജന്മന കിട്ടിയൊരു സിദ്ധി പോലെ. പക്ഷെ ഇനി ഞാനിങ്ങനെ ട്രെയിൽ പോകുമ്പോഴത്തേക്കും ഒരു പേനയും പേപ്പറുമായിട്ടേ വരത്തുള്ളൂ. എൻ്റെ തൂലികയിൽ എൻ്റെ നാവിൽ വിരിയുന്ന വർണ്ണനകളിലെ തൂലികയിലെ പുഷ്പങ്ങളാക്കി ഞാൻ മാറ്റും. ഇനി ഇംഗ്ലീഷിൽ പറയാൻ പോവാം. ഒരു പരിധി വരെ ഞാൻ മലയാളത്തിൽ പറയും, പിന്നെ ഇംഗ്ലീഷ് പറയട്ടെ. വേണ്ട 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 വിട്ടേക്കുവാ. ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സീരിയസ് ആയിപ്പോ. സോ ഗുഡ്, സോ ഗുഡ്. നേച്ചർ വെരി ഗുഡ്. നമ്മൾ തിരിച്ച് ആ പുഴയുടെ ചുറ്റും എത്തിയിരിക്കുകയാണ്. കുറച്ച് എൻ്റെ കാവ്യാത്മകതയും എൻ്റെ പഴയ പോലെ ഒന്നും സാഹിത്യം വരുന്നില്ലടി, വളർത്തിയെടുക്കണ്ടേ. പഴയ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തൂലികയിൽ നിന്ന് വരുന്ന വരാൻ വേണ്ടി കുറേ എൻ്റെ നാവിൽ നിന്ന് വരുന്ന സരസ്വതി എഴുതിയെടുക്കാൻ വേണ്ടി പുറയുന്ന ആൾക്കാരിങ്ങനെ നടക്കുമായിരുന്നു പേനയൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ
ഈ ലേക്കിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആണ് നമ്മൾ തിരിച്ചിനി കാർ പാർക്കിൻ്റെ അങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ ഇന്നൊരു നല്ലൊരു ക്ലൈമറ്റും നല്ല ചെറിയൊരു കാറ്റും വെയിലും ഒക്കെയുള്ളൊരു നല്ല ക്ലൈമറ്റായിരുന്നു. മൊത്തത്തിന് ഒന്ന് റിഫ്രഷ് ആകാൻ പറ്റി. നല്ല കാലാവസ്ഥയുള്ള സമയമായിരുന്നു. ഇങ്ങനെ നല്ലൊരു കാലാവസ്ഥ കിട്ടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് അയർലൻഡിൽ. അപ്പം അത് കിട്ടുമ്പോൾ മാക്സിമം അതിനെ നമ്മൾ എൻജോയ് ചെയ്യുക, നല്ല സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല കാലാവസ്ഥയാണെങ്കിൽ അയർലൻഡിൻ്റെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറെ രാജ്യം തന്നെയില്ല. നമ്മൾ പറഞ്ഞല്ല, പല രാജ്യങ്ങൾ പോയിട്ട് കണ്ടവർ പറയുന്നതാണ്. നേച്ചർ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് നല്ല ലാൻഡ്സ്കേപ്സും മൗണ്ടൻസും നല്ല ചെടികളും നല്ല രസമുള്ള സ്ഥലമാണ്. ഏതായാലും ഇന്നത്തെ വീഡിയോ ഏകദേശം തീരാറായി. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളിങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓരോരോ സ്ഥലങ്ങൾ കവർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുക നിങ്ങളുടെ കൂടെ തന്നെ. അപ്പം ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അത് കാരണം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ പറയുക. ഒത്തിരി കുറവുകളുണ്ടെന്നറിയാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുടെ ഷേക്കും, സാധാരണ ഫോണിൽ എടുത്തൊരു വീഡിയോ, പിന്നെ ഓഡിയോയുടെ സിങ്കും ഒന്നും അത്ര ശരിയല്ല, എഡിറ്റൊന്നും അത്ര പോരായെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയാം. ഇത് ഒരു തുടക്കം മാത്രമാണ്. നിങ്ങളുടെ സഹായവും സപ്പോർട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോ ഞങ്ങൾ എടുക്കുന്നതായിരിക്കും. എന്ത് കുറവുകളുണ്ടെങ്കിലും കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഞങ്ങളത് നന്നാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ ഇന്നത്തെ വാക്ക് ഇങ്ങനെ മനോഹരമായിട്ട് അവസാനിക്കുന്നു. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.